ദിലീപ് കുമാർ, നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഒരു നേതൃമാറ്റം സാധ്യമായിരിക്കുന്നു കോൺഗ്രസിൽ. ഇനി കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് സണ്ണി ജോസഫാണ്. എത്രത്തോളം മികച്ച പ്രകടനം സണ്ണി ജോസഫിന് ആ പദവിയിൽ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിനിടയിൽ സണ്ണി ജോസഫിൻ്റെ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നതിനെ എങ്ങനെ കാണണം? മറ്റൊന്ന്, കെ സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് വലിയൊരു രാഷ്ട്രീയ ചോദ്യമായി നിൽക്കുന്നത്. കാരണം ഈ സ്ഥാനത്ത് നിന്ന് മാറുന്നതിലുള്ള അതൃപ്തി അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്ന പുതിയ പദവി കൊണ്ട് തൃപ്തിപ്പെടുമോ കെ സുധാകരൻ? കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണം, ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത വിധമുള്ള സുപ്രധാനമായൊരു പരീക്ഷണമാണ് കേരളത്തിലെ നേതൃമാറ്റത്തിലൂടെ കോൺഗ്രസ് നേതൃത്വം നടത്തിയിരിക്കുന്നത്, കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യം പറയാതെ വയ്യ. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ, പേരാവൂർ MLA ആണ്, അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്. UDF കൺവീനറായി നേരത്തെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും എന്ന് പറഞ്ഞു കേട്ടിരുന്ന അടൂർ പ്രകാശിനെ, അദ്ദേഹം ആറ്റിങ്ങൽ MP ആണ്, അദ്ദേഹത്തെ UDF കൺവീനറായും നിയമിച്ചിരിക്കുന്നു. വൈസ് പ്രസിഡന്റുമാരുടെ കാര്യത്തിലും മാറ്റമുണ്ട്. നേരത്തെ മുതൽ തന്നെ നേരത്തെ മുതിർന്ന നേതാക്കളായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കളായിരുന്നു TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവരായിരുന്നു KPCCയുടെ വൈസ് പ്രസിഡന്റുമാരെങ്കിൽ പുതുതായി KPCC വൈസ് പ്രസിഡന്റുമാരാക്കിയിരിക്കുന്നത് യുവരക്തങ്ങളെയാണ്. PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ എന്നിവരെയാണ് KPCCയുടെ വൈസ് പ്രസിഡന്റുമാരായി നിയമിച്ചിരിക്കുന്നത്. റീജിത്ത് പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുക, സംസ്ഥാനത്ത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് UDF കൺവീനർക്കും പുതിയ KPCC പ്രസിഡന്റിനും മുന്നിലുള്ളത്. ആഴ്ചകളായി നീണ്ട അനിശ്ചിതത്വം ഈ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ല കെ സുധാകരനെ എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയപ്പോൾ ചില നേതാക്കൾ KPCC അധ്യക്ഷനെ മാറ്റിയേ, കെ സുധാകരനെ മാറ്റിയേ മതിയാകൂ എന്ന നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും കെ സുധാകരൻ കാണുകയും ഡൽഹിയിലേക്ക് കെ സുധാകരനെ വിളിപ്പിച്ച് അവിടെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്കൊടുവിൽ കേരളത്തിലൊരു നേതൃമാറ്റം ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സുധാകരനെ പുറത്തേക്കെത്തി യാത്രയാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു പ്രഖ്യാപനം വരുമെന്ന സൂചനയായിരുന്നു. പക്ഷേ കെ സുധാകരൻ മാറാൻ തയ്യാറായിരുന്നില്ല. മറുവശത്താകട്ടെ ക്രൈസ്തവ സഭകളുടെ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കണമെന്ന ഒരു നിലപാട്. സഭയത് പരസ്യമായി അങ്ങനെ ഒരു പേര് പറഞ്ഞില്ലെങ്കിലും നേതൃതലത്തിൽ അത്തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിരുന്നു. സണ്ണി ജോസഫിന് വേണ്ടി ക്രൈസ്തവ സഭ രംഗത്ത് വന്നിരുന്നു. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ ഈ നേതൃപദവികളിൽ നിന്ന് ഒഴിഞ്ഞതിനു ശേഷം ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടത്ര പരിഗണന സംസ്ഥാന കോൺഗ്രസിൽ ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് സഭയ്ക്കുണ്ടായിരുന്നത്. മാത്രമല്ല BJP മറുവശത്ത് ക്രൈസ്തവ സഭകളെ ഒപ്പം കൂട്ടാനുള്ള തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. അതിനെ ചെറുക്കണമെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്തണമെങ്കിൽ, ക്രൈസ്തവ സഭാ നേതൃത്വത്തെ ഒപ്പം നിർത്തണമെങ്കിൽ സഭ നിർദ്ദേശിക്കുന്ന ഒരാൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരട്ടെ എന്ന നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡും സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സണ്ണി ജോസഫിനെ KPCCയുടെ അധ്യക്ഷനാക്കിയത്. UDFിൻ്റെ കൺവീനറായി വരുന്ന അടൂർ പ്രകാശ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ്. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ആ സമുദായത്തിനുള്ള അതൃപ്തി പരിഹരിക്കുക കൂടി ചെയ്യാം അടൂർ പ്രകാശിനെ UDF കൺവീനറാക്കുന്നതോടുകൂടി എന്ന ഒരു ഉദ്ദേശവും ഒരുപക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാണും. ഏതായാലും സംസ്ഥാനത്ത് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത വിധം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സണ്ണി ജോസഫ് സംസ്ഥാനതലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവല്ല എന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായി കണക്കാക്കാം. അദ്ദേഹം പേരാവൂരിൽ നിന്നുള്ള ജനപ്രതിനിധിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കണ്ണൂർ DCCയുടെ അധ്യക്ഷനായിരുന്നു. ഒരു കാലത്ത് കെ സുധാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായിരുന്നു, അദ്ദേഹത്തോടൊപ്പം നിന്ന നേതാവായിരുന്നു. അങ്ങനെയുള്ള സണ്ണി ജോസഫ് സംസ്ഥാന തലത്തിൽ അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ മുതലുള്ള ചില നേതാക്കളൊക്കെ സംസ്ഥാന തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പദവിയിലൊക്കെ ഇരുന്നവരാണ്. ഇദ്ദേഹവും ആ നിലയിലൊക്കെ ഉള്ള പ്രവർത്തനമുണ്ടെങ്കിലും അങ്ങനെ ഒരു സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടികൾക്കൊന്നും നേതൃത്വം നൽകിയിരുന്ന നേതാവല്ല എന്നതൊരു പോരായ്മയായി കാണാം. പക്ഷേ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ തീരുമാനമാണ്, പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്.
സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കുന്നതിനുള്ള തീരുമാനം സണ്ണി ജോസഫിൻ്റെയും ആന്റോ ആന്റണിയുടെയും പേരുകളാണ് അവസാന ഘട്ടത്തിൽ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കുന്നതിനാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. അടൂർ പ്രകാശിനെ UDFന്റെ കൺവീനറാക്കുന്നതിനുള്ള തീരുമാനവും കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നു.